നമ്മുടെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാ ക്ലാസ്സുകളിലും 100% മാർക്ക് നേടി 10,000 മാസം തോറും സ്റ്റൈപ്പൻഡോടെ ഉന്നത നിലയിലെത്താൻ നമ്മുടെ അമ്മമാർ ആദ്യം എന്ത് ചെയ്യണം? എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS സാറിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വാക്കുകൾ കേൾക്കുക, തുടർന്നും കേൾക്കുക. വേദികവിഷ്ടായ ശ്രേഷ്ഠ വ്യക്തികളെ, സ്കൂളിലെ പ്രിൻസിപ്പളും മറ്റ് ശ്രേഷ്ഠരായ അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, വളരെ ഭംഗിയായി ഇവിടെ വരാനും നിങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യമാണ്. 2-3 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ വന്ന് ഞാനൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ചെയ്തിരുന്നു. ഇത്തവണ ഈ പ്രോഗ്രാമിനോടൊപ്പം ഹാരിസ് ബിരാന് ഒരു അഭിനന്ദനം രേഖപ്പെടുത്താനും നിങ്ങൾ സ്കൂൾ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുകയോടെ വരികയും ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീ ഹാരിസ് ബിരാനാണ് എന്നെ രക്ഷിച്ചത്. അന്ന് ആർബാലകൃഷ്ണനുള്ള ജയിലിൽ വന്നിട്ട് അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ തന്നെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയിൽ പോയി. അവിടെ 25 ലക്ഷമോ 30 ലക്ഷമോ കൊടുത്തിട്ട് വക്കീലന്മാർ ഞങ്ങൾക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വാദിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ ആരുമില്ല. ഞാൻ അവിടെ ചെന്ന് ഹാരിസ് ബിരാനെ കണ്ടു. ഹാരിസ് ബിരാൻ എന്നെ കൊണ്ട് നേരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനമുള്ള ആളുടെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കേസ് പ്രസൻറ്റ് ചെയ്യാമെന്നു. സാധാരണ ഇതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ കോടതിക്കെതിരെ അദ്ദേഹം കേസ് വാദിച്ചു. എന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസിൽ നിന്ന് വിട്ടു. എൻ്റെ 1 പൈസയും ഹാരിസ് ബിരാൻ വാങ്ങിച്ചില്ല, ഫീസായിട്ട് വാങ്ങിച്ചില്ല. അങ്ങനെ എന്നെ സംയുക്ത ഘട്ടത്തിൽ രക്ഷിച്ച ശ്രീ ഹാരിസ് ബിരാൻ MP ആയപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഒന്നാമത്തെ ഒരു സ്വീകരണം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ സ്വീകരണത്തിൽ വരാനും അദ്ദേഹത്തിന് അഭിനന്ദിച്ച് 2 വാക്ക് പറയാനും കഴിഞ്ഞത് വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതട്ടെ. ഒരു സ്കൂൾ നടക്കുമ്പോൾ അവിടുത്തെ മാതാപിതാക്കൾക്കും അവിടുത്തെ രക്ഷിതാക്കൾക്കും നമ്മുടെ മക്കളെ എങ്ങനെ വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കാൻ ഈശ്വരൻ എന്നാണ് നമുക്ക് അവസരം തന്നിരിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, 12 വയസ്സ് വരെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരെ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയുടെ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെന്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 36 മുതൽ 39 സെന്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 46-49 സെന്റിമീറ്ററിനകത്തായിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ വീണ്ടും തലയോട്ടി അളന്നാൽ അത് 51 മുതൽ 57 സെന്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോറ് വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ട 8 ക്രീനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യും. പിന്നെ 100ാമത്തെ വയസ്സിൽ വല്യപ്പനെ തല അളന്നാൽ 12ാമത്തെ വയസ്സിൽ അളന്ന അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വർഷം ഏതാണ്? ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഈ 4 വർഷമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ. അപ്പം ആ സമയത്ത് കുട്ടികളെ വളർത്താൻ എന്ത് ചെയ്യണം? ശാസ്ത്രം വിശദമായി വിശ്വപ്രസിദ്ധമായ പുസ്തകം എലിസബത്ത് ഹർലോക്ക് എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പ്രിൻസിപ്പളിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തേക്കാം. അത് വായിച്ച് എങ്ങനെയാണ് ഈ കുട്ടികളെ 12 വയസ്സ് വരെ വളർത്തേണ്ടതെന്ന് നോക്കണം. അങ്ങനെ വളർത്തുമ്പോൾ ശാസ്ത്രം വളരെ പ്രത്യേകതയൊരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. ലോക ചരിത്രത്തിലെ മഹാന്മാരിൽ 60% 8 വയസ്സ് വരെ അപ്പനമ്മയും വളർത്തിയ കുട്ടികളല്ല, മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി. അമ്മ 6 വയസ്സായപ്പോൾ മരിച്ചു. മുത്തച്ഛൻ മുത്തലിപ്പും മുത്തശ്ശിയും കൂടെ കൊണ്ടുപോയി പ്രവാചകനെ വളർത്തി. ബുദ്ധഭഗവാൻ ജനിച്ച 5ാം ദിവസം അമ്മ മരിച്ചുപോയി, മായാദേവി മരിച്ചുപോയി. മുത്തച്ഛനോട് കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോഴേ അപ്പനും അമ്മയും മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. ഐശ്വര്യട്ടൻ ഗർഭത്തിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി, അമ്മ വേറൊരാളെ വിവാഹം കഴിച്ചു, മുത്തച്ഛനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ഇമ്മാനുവൽക്കാരന് 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചു, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. അവിടെ 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളെ വളർത്തിയാൽ അവർ ലോകത്തിൽ മഹാന്മാരാവും. 8 കാരണങ്ങളാൽ. അതിനെപ്പറ്റി എല്ലാം പ്രസംഗം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അവരെ കൊച്ചുമക്കളെ വളർത്താൻ കൊടുത്താൽ
അവർ ലോകപ്രസിദ്ധരായി വലിയ വലിയ ആളുകളായി തീരും. ആ സമയം കൃത്യമായി ചെലവഴിക്കുക. 3 വയസ്സ് 8 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പം കുട്ടിയുടെ സെറിബെല്ലം 100 ഗ്രാമേ ഉള്ളൂ. തലച്ചോറിന് 3 ഭാഗമാണ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. കുട്ടിക്ക് ഒരു 3 വയസ്സ് 8 വയസ്സിലാവുമ്പോൾ ഈ സെറിബെല്ലത്തിന് 2ാം ഭാഗം വളരും: പാരട്ടോ സെറിബെല്ലം, പാരാ സെറിബെല്ലം. ഈ പാരാ സെറിബെല്ലത്തിനകത്താണ് ഈശ്വരവിശ്വാസം, പ്രാർത്ഥന ഒക്കെ ഇരിക്കുന്നത്. ആ വളരുന്ന പ്രായത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികൾ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആ പ്രാർത്ഥനയിൽ കയറി ഈശ്വരവിശ്വാസം ഉറയ്ക്കും. 3 വയസ്സ് 8 വയസ്സൊരു കുട്ടിയുടെ മനസ്സിൽ ഈശ്വരവിശ്വാസം ഉറച്ചാൽ മരണം വരെ ആ കുട്ടി പിന്നെ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒന്നും ആവില്ല എന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ്. കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം. കുട്ടി ഹൈസ്കൂളിൽ കയറുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഭൂമിയിൽ ആരായിത്തീരാനുള്ള കഴിവുള്ളത് ശാസ്ത്രം ഇന്ന് അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനെ ഭൂമി സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യന് വിജയിക്കാൻ പറ്റിയ ഒരു 5 മേഖലകളെങ്കിലും ഈശ്വരൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയും ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം ഒരു 15 കൊല്ലത്തിന് മുമ്പ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ടെസ്റ്റിൽ നമ്മളൊരു കുട്ടി കമ്പ്യൂട്ടറിന് മുമ്പിൽ 150 ചോദ്യം ഉത്തരം പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ എഴുതി കാണിക്കും ഈ കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഏതൊക്കെയാണ് 5 മേഖലകൾ. കേരളത്തിൽ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്ന ഏജൻസികളുടെയും ഇത് കമ്പ്യൂട്ടറോട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിധേയമാവണം. തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിങ്ങൾ ഒരു കുട്ടി പോയാൽ 2000 രൂപ ചിലവാകും. പക്ഷേ ആലങ്ങാട് സ്കൂളിലേക്ക് അത് നടത്തുന്ന ഒരു ടീമിനെ വിളിച്ചിട്ട് 200-300 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അവരെ റേറ്റ് കുറച്ച് 100-400 രൂപയ്ക്ക് ചെയ്തു തരും. പക്ഷേ 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞ് ഭൂമിയിൽ ആരായിത്തീരാനാണ് ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് ആ 5 എണ്ണത്തിൽ 1-2 എണ്ണത്തിലോട്ട് നമ്മൾ നാരോ ഡൗൺ ചെയ്യണം. അങ്ങനെ നാരോ ഡൗൺ ചെയ്യുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായിത്തീരണം? മിക്ക മാതാപിതാക്കൾക്ക് 2 വാക്കേ അറിയാമോ: ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. ഇപ്പോൾ അതൊന്നും വലിയ ജോലിയൊന്നുമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയാനുള്ള 200ഓളം മാർഗങ്ങളുണ്ട്. 200ഓളം മാർഗങ്ങൾ. എന്തൊക്കെയാണ് ആ മാർഗം? മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത ഉപരിപഠനം എന്നുള്ള ബുക്കുണ്ട്. മലയാള മനോരമ ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു ബുക്കുണ്ട്. മാധ്യമം പത്രം പബ്ലിഷ് ചെയ്ത വിദ്യ എന്നൊരു പുസ്തകമുണ്ട്. ദീപിക പത്രം പബ്ലിഷ് ചെയ്ത വിശാലമായ പുസ്തകം ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് 1000 പേജുള്ളൊരു പുസ്തകമാണ്. ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് 1000 പേജുള്ള പുസ്തകമാണ്. ഇതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് കുട്ടി അത് വായിച്ചു നോക്കി ഈ 200 എണ്ണത്തിൽ ഏതാണ് ഞാനായിത്തീരേണ്ടതെന്ന് കുട്ടി നാരോ ഡൗൺ ചെയ്യണം. ഒരു 4 എണ്ണം. അത് മാതാപിതാക്കളോടും ഇഷ്ടമുള്ള അധ്യാപികയോടും പറയണം. അവരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു മാർഗം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ആ 4 പുസ്തകത്തിൻ്റെയും കണ്ടന്റും കവർ പേജും പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. അതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് വായിച്ച് തീരുമാനമെടുക്കണം. മാധ്യമപത്രം പബ്ലിഷ് ചെയ്ത വിദ്യ എന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗം ഒരു കുട്ടിക്ക് മത്സര പരീക്ഷയിലൂടെ ജയിച്ച് കയറാൻ പറ്റിയ 140 പരീക്ഷ ഏതൊക്കെയാണ് ഒരു ലിസ്റ്റാണ്. ആ പരീക്ഷ ഏത് മാസം വരും? ജനുവരിയിൽ ഏതൊക്കെ പരീക്ഷ, ഫെബ്രുവരിയിൽ ഏതൊക്കെ പരീക്ഷ, മാർച്ചിൽ ഏതൊക്കെ പരീക്ഷ. അപ്പോൾ ഒരാണ്ടിൽ ഏതൊക്കെ മത്സര പരീക്ഷയ്ക്ക് മത്സരിക്കണം കുട്ടിക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് സ്പേസ് ചെയ്ത് മത്സരിച്ചാൽ നമ്മുടെ കുഞ്ഞ് ലക്ഷ്യമിട്ട സ്ഥാനത്ത് എത്തിച്ചേരും. ആർക്കും ആ കുട്ടിയെ തടയാൻ പറ്റിയല്ല. ഇനി അങ്ങനെ മത്സരിക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ 20 ഗ്രൂപ്പാണ് നമുക്ക് കിട്ടുന്നത്. സയൻസ് ഗ്രൂപ്പുണ്ട്, ബയോമാത്സ് ഉണ്ട്, മാത്സ് മാത്രമുള്ളതുണ്ട്, കോമേഴ്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്. ആ 20 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള തീരുമാനം ഒരു കുട്ടിക്ക് തെറ്റിയാൽ ആ കുട്ടിയുടെ ജീവിതത്തിന് 2 വർഷം പോക്കാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞു വരണം. കുട്ടി ഏത് ഡിഗ്രിക്ക് പോകണം അത് തീരുമാനിക്കാൻ തെറ്റുപറ്റിയാലുണ്ടല്ലോ 3 വർഷം കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പോയി. പിന്നെ കറങ്ങത്തിന് തിരിച്ചു വരണം. വലിയ പാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 20 ഗ്രൂപ്പുകൾ? കോളേജിലെ കോഴ്സ് എടുക്കാൻ എന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത സ്റ്റെപ്പ് സ്കോളർഷിപ്പാണ്.